അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുബഹി നമസ്കാരത്തിൻ്റെ ശേഷം എൻ്റെ പ്രിയപ്പെട്ടവരെ സെക്കൻഡുകളെ കൊണ്ട് തീർന്ന ഒരു ചെറിയ ഇസ്മ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഉദ്ദേശങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അല്ലാഹു റബ്ബ് സുബ്ഹാനഹു തആല അത് പെട്ടെന്ന് പൂർത്തിയാക്കി തരാൻ എൻ്റെ പ്രിയപ്പെട്ടവരെ റസൂൽ നമുക്ക് പഠിപ്പിച്ച ഈ ദിക്ർ ഇൻഷാ അല്ലാഹ് നാം പതിവാക്കണം. സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ സമയം ഇത് ചൊല്ലാൻ വേണ്ടി നാം സമയം ഒഴിവാക്കുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് വലിയ നേട്ടമാണ്. നമുക്ക് ഓരോരുത്തർക്ക് പല ഉദ്ദേശങ്ങൾ, പല നീയത്തുകൾ, മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു നടക്കുന്നു. അത് സഫലമായി കിട്ടാതെ സങ്കടത്തിനും പ്രയാസത്തിനും കഴിയുന്ന എത്രയോ കുടുംബങ്ങളെ നമുക്കറിയാം. ആ കുടുംബങ്ങൾക്ക് നാം ഒരു പരിഹാരമായി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. വിഷമം, സങ്കടം, പ്രയാസം തീർച്ചയായും ഉണ്ട്. നമ്മുടെ ഇത്തരത്തിലുള്ള പ്രയാസത്തിന്, പ്രതിസന്ധിക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് അനുഭവമായി നാം ചെയ്തു നോക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു പ്രത്യേകത, അത്ഭുതകരമായ നേട്ടങ്ങൾ നമ്മെ കണ്ടപ്പോൾ നമുക്ക് തീർച്ചയായും ചില ഉമ്മമാർക്ക് സാമ്പത്തികമായി വരുമാനം ഇല്ലാതെ അങ്ങനെ പല നിലക്ക് ചില വീടുകളിലൊക്കെ ഒരു നേരത്തെ ബിസ്ക്കറ്റ് മക്കൾക്ക് വാങ്ങിക്കൊടുക്കാൻ പോലും കയ്യിൽ പണമില്ലാതെ സങ്കടപ്പെടുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. ഭർത്താക്കന്മാർക്ക് ജോലിയില്ല, ഉള്ള ജോലിയാണെങ്കിൽ ശമ്പളം കുറവ്, ഇങ്ങനെ പ്രയാസപ്പെടുന്നവർ സുബഹി നമസ്കാരത്തിന് ശേഷം ഒരു ചെറിയ സമയം എൻ്റെ പ്രിയപ്പെട്ടവരെ സുബഹി നിസ്കാരത്തിൻ്റെ സുന്നത്തും അതുപോലെ സുബഹി നിസ്കാരവും കഴിഞ്ഞ് അതിൻ്റെ ദിക്റും ഔറാദുകളെല്ലാം കഴിഞ്ഞ് അതേ സ്ഥലത്തിരുന്നു കൊണ്ട് അല്ലാഹുമ്മ ലാ ഇലാഹ ഇല്ലാ അൻത യാ മന്നാനു യാ ബദിഉസ് സമാവാതി വൽ അർള് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി എന്ന് ചൊല്ലുക. വളരെ എളുപ്പമാണ് ചൊല്ലാൻ, വളരെ പ്രയാസമൊന്നുമില്ലാത്ത ദിക്റാണ്. ഇൻഷാ അല്ലാഹ് അത്ഭുതകരമായ നേട്ടമുണ്ടാവും. അള്ളാഹു നമ്മുടെ എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. അവരുടെ മുറാദുകളെല്ലാം അള്ളാഹു ഹാസിലാക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.